പ്രധാനമായിട്ടുമുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് വായന, രണ്ട് വിചിന്തനം, മൂന്ന് പ്രാർത്ഥന, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയരും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയർ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നെ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനെ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുന്നു, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ദൈവമേസ് എനിക്ക് യോഗ്യമാകുന്നു. അപ്പോൾ എന്നെ ദൈവം തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഈ വചനവുമായി പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും ഓരോ ആശയങ്ങൾ തിരുനാഥ തിരുസവിധേ നിൽപ്പൂ, ജനം ശ്രവിക്കാനൊരുങ്ങി നിൽപ്പൂ. മറ്റുള്ളവർക്ക് വേണ്ടി തിരുനാഥ തിരുസവിധേ നിൽപ്പൂ, വചനം ശ്രവിക്കാനൊരുങ്ങി നിൽപ്പൂ. തിരുനാഥ തിരുസവിധേ നിൽപ്പൂ. നമ്മളെല്ലാം ബലഹീനരാണ്, നമ്മളെല്ലാം ബലഹീനരാണ്, കുറവുള്ളവരാണ്. അപ്പൊ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഞാൻ എന്ന ഭാവത്തോട് കൂടി നിലകൊള്ളുന്നത് കുറവുകളെ അറിയിക്കുവാനാണ് മനസ്സിലാക്കണം. ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. നമ്മുടെ വിഷമങ്ങള് ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയായിരിക്കും. അതാണ് ചുറ്റക്കാരൻ പ്രാർത്ഥിച്ചത്. അതുപോലെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന. തിരുനാഥ തിരുസവിധേ നിൽപ്പൂ, വചനം ശ്രവിക്കാനൊരുങ്ങി നിൽപ്പൂ. തിരുനാഥ തിരുസവിധേ നിൽപ്പൂ. ആ ചുങ്കക്കാരൻ ഒരു ദൈവത്തിന്റെ ചായയിലും സാക്ഷ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മറ്റുള്ളവരുടെ പ്രയാസം കാണാനും അവരെ കരുതാനും തീരുമാനം. ജനം തിരുനാഥ തിരുസവിധേ നിൽപ്പൂ, ജനം ശ്രവിക്കാനൊരുങ്ങി നിൽപ്പൂ. തിരുനാഥ തിരുസവിധേ നിൽപ്പൂ, വചനം മറ്റുള്ളവരെ വലിയവരായി കാണണം. വൃക്ഷത്തിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ഞാൻ സ്വർഗത്തിലേക്ക് കയറും, എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഞാൻ ഇരിക്കും, ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. ഭൂമിയെ ഉറപ്പിക്കുകയും രാജ്യങ്ങളെ ഇറക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിന് നഗരങ്ങളെ കീഴടക്കുകയും ഇവിടെ പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഞാൻ എന്ന് എനിക്ക് മഹത്വം കൊടുത്തപ്പോ ആ ആലായിക്ക് തന്നെ നാശം വന്നു.
തിരുനാഥ തിരുസവിധേ നിൽപ്പൂ.